നിങ്ങൾ പള്ളിയിൽ വരുമ്പോൾ മാന്യമായ വസ്ത്രം ധരിച്ചു വരണം. ഞാനൊരു രഹസ്യം പറയട്ടെ. ലൈവ് വെച്ചത് നിങ്ങളാണ്, മൈക്ക് വെച്ചത് നിങ്ങളാണ്. ഞാൻ രഹസ്യമായിട്ട് പറയാൻ പോവാൻ. MLA കാണാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെ, ഞാനിപ്പം സെക്രട്ടേറിയറ്റിനടുത്ത പള്ളിയിലാണ് ഞാൻ ജുമയ്ക്ക് പോകുന്നത്. ഈ കാസർഗോഡ് മുതൽ ഇങ്ങ് അറ്റം വരെയുള്ള ചില ആളുകളൊക്കെ ജുമയ്ക്ക് വരും. ജുമയ്ക്ക് വന്ന് അവിടെ വന്ന് കാണുമ്പോൾ റൂമിലേക്ക് വന്നിട്ട് ഇങ്ങനെ പരിചയം പുതുക്കാറുണ്ട്. നമ്മുടെ ഈ ഓട്ടത്തിൽ കാണുന്ന ആളുകളൊക്കെ എന്തോ ഒരു രസമാണ് അവരെ കാണാൻ. ടിപ് ടോപ്പാണ്, നല്ല പശയൊക്കെ മുക്കി കഞ്ഞിയൊക്കെ മുക്കി. അടുത്ത് നിൽക്കാൻ പറ്റൂല, കാരണം TTയുടെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ആ രീതിയിലും നല്ല ടിപ് ടോപ്പായി തേച്ച് കൊള്ളിയാക്കിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സുമുഖന്മാരെ കണ്ടാൽ ചോദിക്കും, എന്താ അത് മിനിസ്റ്ററെ കാണാൻ വന്നതാ, MLA കാണാൻ വന്നതാ, അതുപോലെ തന്നെ രാജ്ഭവനിൽ വന്നതാ, അതുപോലെ തന്നെ കളക്ടറേറ്റിൽ വന്നതാണ്, അതല്ലെങ്കിൽ MLA ഹോസ്റ്റലിൽ വന്നതാണെന്നൊക്കെ പറയും. ഇതിൽ പല ആളുകളെയും സ്വന്തം മഹല്ലിൽ പ്രസംഗത്തിന് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. എന്താ അവര് ധരിച്ചിരിക്കുന്നത്? കള്ളിമുണ്ട്. പള്ളിയിലേക്ക് വരുമ്പോൾ അവരെടുക്കുന്ന എന്താ? കള്ളിമുണ്ട്. ഇങ്ങനെ ചുരുണ്ട് 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 നമ്മുടെ കാലിന്റെ മുട്ടിന്റെ ഭാഗം വരെ കയറിയിരിക്കുന്ന ഡ്രസ്സ്. പടച്ചോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ധരിക്കുന്ന ഇതൊക്കെയാ. MLAയുടെ മുമ്പിൽ വരുമ്പോഴോ നല്ല ടിപ് ടോപ്പായിരിക്കും. കല്യാണത്തിന് പോകുമ്പോ അല്ലെന്ന് സഹോദരിമാര് പറയട്ടെ, അവരുടെ വീട്ടിലെ ഏറ്റവും മനോഹരമായ വസ്ത്രം ഏതെന്ന് ചോദിച്ചാൽ കല്യാണത്തിനിട്ടുകൊണ്ട് പോകുന്നത്, മരണത്തിനിട്ടുകൊണ്ട് പോകുന്നത് അങ്ങനെയുള്ള വസ്ത്രങ്ങളാണ്. ഏറ്റവും മോശമായതിന്റെ തൊട്ടുമുകളിൽ മോശമായത് ഏതാ എന്ന് ചോദിച്ചാൽ വീട്ടിൽ ഇടുന്നത്, ഭർത്താവിന്റെ മുമ്പിൽ ഇടുന്നത്. കാരണം എന്റെ ഭർത്താവല്ലേ, എന്റെ ഇക്ക അല്ലേ, അപ്പൊ ഇതൊക്കെ കണ്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഏതാ? മുഷിഞ്ഞ വേഷം. ആരാന്റെ മുമ്പിൽ പോകുമ്പോ നല്ല വസ്ത്രം, ഇവിടെ ഭർത്താവിന്റെ മുമ്പിൽ ഒരു തരം മോശപ്പെട്ട വസ്ത്രം. അതിനേക്കാൾ മോശപ്പെട്ട വസ്ത്രമാണ് അവരുടെ മുസല്ലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന നിസ്കാര കുപ്പായം. മലക്ക് പോയിട്ട് ശൈത്താൻ പോലും അടുക്കൂല, അല്ലേ? കരിമ്പേൻ അടിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. സഹോദരിമാർക്ക് നല്ല ഇഷ്ടപ്പെട്ടാണ് എൻ്റെ പ്രസംഗം, കാരണം നല്ല ദേഷ്യം വരുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കാനുള്ളത്, ഏറ്റവും നല്ല വെടിപ്പുള്ള വസ്ത്രം നിങ്ങൾ പടച്ചവന്റെ മുമ്പിൽ നിൽക്കുമ്പോഴല്ലേ ധരിക്കേണ്ടത്. ഏറ്റവും നല്ല വസ്ത്രം നിങ്ങൾ ധരിക്കേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. പള്ളിയിൽ നിങ്ങൾ പോകുമ്പോഴാണ് ഏറ്റവും നല്ല വസ്ത്രം നിങ്ങൾ ധരിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴാണ് ഈ ആയത്തിറങ്ങിയതെന്നറിയോ? എപ്പോഴാണ് ഈ ആയത്തിറങ്ങിയതെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അറാഫിന്റെ 31-ാമത്തെ വചനമാണ്. യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. നാളെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഖിദർ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും വേണ്ടി വഖഫ് ചെയ്യുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത വഖത്ത് നമസ്കാരത്തിലേക്ക് നിങ്ങൾ പള്ളിയിൽ പോകുന്ന ചെറുപ്പക്കാരനോട്, എന്റെ മധ്യവയസ്കനോട്, പിതാവിനോട് പറയാനുള്ളത്, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ടാ പള്ളിയിൽ പോകേണ്ടത്. ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്തെന്നറിയോ സഹോദരങ്ങളെ? പരിശുദ്ധമായ കഅബാലയ ഇന്ന അവ്വല ബൈതിന ഉളിഅ ലിന്നാസി ലല്ലദീ ബിമക്ക. അല്ലാഹ് പറഞ്ഞല്ലോ, അവന് വേണ്ടി പണി കഴിപ്പിക്കപ്പെട്ട ഭൂമി ലോകത്തെ ആദ്യത്തെ ദേവാലയമാണ്, ആദ്യത്തെ ഗേഹമാണ് പരിശുദ്ധമായ കഅബ. ആ കഅബാലയത്തിന്റെ കഅബാലയത്തിന്റെ നിർമ്മാണത്തിന്റെ ഘട്ടങ്ങളിൽ സഹോദരങ്ങളെ, കാട്ടറബികളുടെ സംസ്കാരത്തില് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിലെ പ്രവാചകത്വമായി ഏറ്റെടുത്തുകൊണ്ട് ദഅവത്തിന്റെ പ്രാരംഭഘട്ടത്തില് ആളുകൾ എങ്ങനെയാണ് തവാഫ് ചെയ്തിരുന്നതെന്നറിയോ? ഇത് കഅബാലയത്തിന്റെ കാര്യമാ പറയുന്നത്. കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഅബാലയത്തിന്റെ 4 ഭാഗത്ത് തവാഫ് ചെയ്തിരുന്ന ആളുകളെ സംബന്ധിച്ച് ഹദീസിൽ കാണാം. എല്ലാ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം. അവരെങ്ങനാണ് തവാഫ് ചെയ്തിരുന്നതെന്നറിയോ? പരിപൂർണ നഗ്നരായി, ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ കഅബാലയത്തിനെ തവാഫ് ചെയ്തിരുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഇടിമുഴക്കം പോലെ പരിശുദ്ധ ഖുർആൻ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങുകയാ. റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുക്കുകയാ. നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ബനി ആദം, മുഅ്മിനീങ്ങളോട് മാത്രമല്ല, അവിടുത്തെ വിശ്വാസികളല്ലാത്തവരോട്, അമുസ്ലിമീങ്ങളോട്, അവിശ്വാസികളോട്, മുശ്രിക്കുകളോട്,
മുശ്രിക്കീങ്ങളോട്, മുനാഫിക്കീങ്ങളോട്, മുഅ്മിനീങ്ങളോട് എല്ലാവരോടും അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറയുന്നു, യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. ഏത് പള്ളിയിൽ പോയാൽ ഇൻദ കുല്ലി മസ്ജിദിൻ എന്നാണ് പറഞ്ഞത്, ഇൻദൽ കഅബ എന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ കഅബാലയത്തിൽ വരുമ്പോൾ എന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞത്. അഅറാഫ് 31-ാമത്തെ സൂക്തം നിങ്ങളൊന്ന് പരിശോധിക്കണേ. അല്ലാഹു പറഞ്ഞത് നിങ്ങൾ കഅബാലയത്തിന്റെ അടുക്കൽ വരുമ്പോൾ എന്നല്ല, പിന്നെ അല്ലാഹു പറഞ്ഞത് ഇൻദ കുല്ലി മസ്ജിദ്. ടോട്ടലി ജനറലൈസ് ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ലോകത്തെവിടെയെല്ലാം ദേവാലയങ്ങളുണ്ടോ, ലോകത്തെവിടെയെല്ലാം പടച്ചവന് വേണ്ടിയിട്ട് ആരാധനയ്ക്ക് വേണ്ടി ഗേഹങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ടോ, അത് തഴവയിലെ ഖിളർ മസ്ജിദായാൽ, അത് ലോകത്തുള്ള ഏത് പള്ളിയായാൽ, ആ പള്ളിയിലേക്ക് നിങ്ങൾ പോകുമ്പോ അല്ലാഹു പറയുകയാണ്, സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദി. ഏറ്റവും നല്ല അഴകാർന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകണമെന്ന എന്റെ സഹോദരങ്ങളെ, രണ്ടുപേരുടെ കഥ പറയുന്നുണ്ട്. മഹാനായ മാലിക് ബിൻ ദീനാർ കഥ പറയുകയാ. രണ്ട് ആളുകൾ മസ്ജിദിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഒരാള് പള്ളിക്കകത്തേക്ക് കടന്നുപോയി, അടുത്തയാള് പള്ളിയുടെ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്, പള്ളിക്കകത്തേക്ക് കയറുന്നില്ല. അയാളോട് പള്ളിയിൽ കയറിയ സഹോദരൻ ചോദിച്ചു, നീ പള്ളിയിൽ വരുന്നില്ലേ? അയാൾ പറഞ്ഞു, ഇല്ല, ഈ പള്ളിയിലേക്ക് വരാൻ മാത്രം എനിക്ക് യോഗ്യതയില്ല, ഈ പള്ളിയിൽ കയറാൻ മാത്രം എനിക്ക് യോഗ്യതയില്ല. ആ സമയത്തിന്റെ സഹോദരങ്ങളെ, തന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടും തന്റെ പ്രവർത്തനങ്ങളുടെ മോശപ്പരം കൊണ്ടും തന്റെ ദുഷ്കർമ്മങ്ങളുടെ പേമാരി കൊണ്ടും ആ മനുഷ്യൻ ചിന്തിച്ചു പോയി, ഇല്ല, എനിക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ കയറാനുള്ള യോഗ്യതയില്ല, എനിക്ക് പടച്ചവന്റെ പള്ളിയിലോട്ട് പ്രവേശിക്കാനുള്ള യോഗ്യതയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് പള്ളിയുടെ പുറത്തിറങ്ങി നിന്ന മനുഷ്യന്റെ അടുക്കൽ അതാ കടന്നു വരികയാണ് മലക്കാനി യൻസിലാൻ. രണ്ട് മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരികയാ. ആ രണ്ട് മലക്കുകൾ ആ മനുഷ്യനെ പറ്റിയിട്ട് എഴുതിയതെന്തെന്നറിയോ? ഇവന് സത്യസന്ധനാണ്, ഇവന് സത്യസന്ധനാണ്. ഇവന്റെ ജീവിതത്തിൽ എപ്പോഴോ പാകപ്പിഴവുകൾ സംഭവിച്ചു പോയി. ആ പിഴവുകൾ തന്റെ ജീവിതത്തിൽ എപ്പോഴും തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോ എന്റെ സ്വഭാവ ദൂഷ്യവുമായിട്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വരാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് ആ മനുഷ്യനെ തിരിച്ചറിഞ്ഞ സമയം പള്ളിയുടെ പുറത്ത് നിൽക്കുകയാണ്. ഇത്രയും വലിയ ആദരവോടെ നോക്കിക്കണ്ടപ്പോ പാപിയായ മനുഷ്യന്റെ സമക്ഷത്തിലേക്ക് വെണ്ണിൽ നിന്ന് മാലാകമാർ ഇറങ്ങി വന്നിട്ട് അവര് സത്യസാക്ഷ്യം പറയുകയാണ്, ഈ മനുഷ്യന് സിദ്ദീഖീങ്ങളിൽ പെട്ടവനാണ്, ഇവന് സത്യസന്ധനാണ്, ഇവന് സത്യസന്ധനാണ്. സഹോദരങ്ങളെ, ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞതെന്താണ്? മാ കാന ലഹും മൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ. ഭയഭക്തിയോടുകൂടി നെഞ്ചിടിപ്പോടെയല്ലാതെ പള്ളിയിലേക്ക് കയറാൻ പാടില്ല, നെഞ്ചിടിപ്പോടുകൂടിയിട്ടല്ലാതെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഇന്ന് രാഷ്ട്രീയ ചർച്ച എവിടെ വെച്ചാ ചെറുപ്പക്കാരാ? സംഘടനാ ചർച്ചകൾ എവിടെ വെച്ചാ? പള്ളിക്കകത്ത് വെച്ചല്ലേ. കടത്തിണ്ണകളിൽ ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം പള്ളിക്കകത്ത് കാണേണ്ടതിന് പകരം പള്ളിക്കകത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാര കടത്തിണ്ണകളിലും ചായപ്പീടികയിലും നടത്തുന്ന കാലത്താ. ആരാ ഇന്ന് പള്ളിക്കകത്ത് കയറുമ്പോൾ ഭൗതിക കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ആത്മീയമായിട്ട് പടച്ചവനിലേക്ക് ലയിച്ചു ചേരുന്നവരാരാ? ഞാനുണ്ടോ? സംഘാടകരുണ്ടോ? ശ്രോതാക്കളായ നിങ്ങളുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കണം. അല്ലാഹു സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞത് എന്താണ്? മാ കാന ലഹും യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ. പേടിച്ചുകൊണ്ടല്ലാതെ പള്ളിക്കകത്ത് കയറാൻ പാടില്ല. അഴകോടുകൂടി ഭക്തിയോടുകൂടി ഒരു പള്ളിയെ സമീപിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. വെറുതെ പറയുന്നതല്ല സഹോദരങ്ങളെ. ഇവിടെ പടുത്തുയർത്തിയ പരിശുദ്ധമായ പള്ളി, ഈ പള്ളി ഞാൻ ആമുഖം പറഞ്ഞല്ലോ, ഇവിടത്തെ ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാ ആളുകൾക്കും ഇത് ഉപകാരപ്രദമാണ്. ഒരു തർക്കമില്ലാത്ത കാര്യമാണത്. ഒരു തർക്കവും ആ വിഷയത്തിലില്ല. നിങ്ങൾ നോക്ക്, നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളികൾ, നമ്മളാണെന്ന് പറയുന്നത് പള്ളികളിലെ ഉച്ചഭാഷിണിയുടെ ശബ്ദം അത് പുറത്തേക്ക് മറ്റുള്ളവർക്ക് അരോചകമാണ് എന്ന്. അല്ലേ അല്ല, അല്ലേ അല്ല. ഒരു ഹിന്ദു സഹോദരൻ ഇന്നുവരെ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടോ? മാനവ മൈത്രി സമ്മേളനത്തോട് ചേർന്നിട്ടൊരു കോർവ പോലെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പരിപാടിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
ഞാൻ പറയുന്നു, ഒരു ഹൈന്ദവന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നേ വരെ പള്ളിയിലെ ബാങ്ക് ഞങ്ങൾക്ക് അരോചകമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയൂല. ഒരു ക്രൈസ്തവന്റെ സ്റ്റേറ്റ്മെന്റ് കാണൂല. ഒരു മതമില്ലാത്തവന്റെ പ്രസ്താവന ഇന്ന് വരെ ഒരു പേജിൽ നമ്മൾ കണ്ടിട്ടില്ല. പള്ളിയുടെ ബാങ്ക് പ്രശ്നമാണ് എന്ന് സ്വയം നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മളാണ് പറയുന്നത് പള്ളിയുടെ ശബ്ദം കുറയ്ക്കണമെന്ന്. പക്ഷേ ശബ്ദമലിനീകരണത്തിന്റെ പേരിൽ അമ്പലങ്ങളിലെയും ചർച്ചുകളിലെയും പള്ളികളിലെയും ഗുരുദ്വാരകളിലെയും ബുദ്ധവിഹാരങ്ങളുടെയും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനാ ചർച്ചകളുടെയും ഒക്കെ ശബ്ദം കുറച്ചിട്ടുണ്ട് ഗവൺമെന്റ്. ഹോണ് പണ്ടത്തതുപോലെ ഇല്ലല്ലോ. ഇപ്പൊ ഈ ബോക്സ് എപ്പറ കിടന്ന് ഒച്ചത്തിൽ കൂവിയാലും ഈ ഇട്ടാ വട്ടത്തിൽ നിൽക്കുന്നതല്ലാതെ അതിന് അപ്പുറത്തോട്ട് ഇതിനെ കീറിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് ആർക്കും ഒരു അസ്വസ്ഥതയില്ല. പള്ളികളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കറിയോ, ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഈ ബാങ്ക് എത്രത്തോളം പ്രിയങ്കരമാണെന്ന് എത്ര ഹൈന്ദവ സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുബഹിന്റെ ബാങ്ക് കേട്ടിട്ടാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ പോകുന്നത്. ഓംകാര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഓം സദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ ഓം അസദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ. ഓംകാര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പൊട്ടുതൊട്ട അമ്മയുടെ മകൾ നന്നായിട്ട് കുളിച്ച് ചന്ദനക്കുറി തൊട്ട് നല്ല നിലയിൽ വസ്ത്രം ധരിച്ച് പ്രാർത്ഥനാ മുറിയിലേക്ക്, ദൈവത്തിന്റെ പൂജാമുറിയിലേക്ക് കടന്നു പോകുന്നത് പള്ളിയിലെ സുബഹി ബാങ്ക് കേട്ടിട്ടാണെന്ന് ഹൈന്ദവ സഹോദരങ്ങൾ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്. ലൊഹറിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് ഓഫീസിലിരിക്കുന്ന ഒരു ഹൈന്ദവന് ലഞ്ചിന്റെ ടൈമായി എന്നറിയുന്നത് ജോലി തിരക്കിനിടയിൽ. അസറിന്റെ സമയമാകുമ്പോഴാണ് ഓഫീസ് ക്ലോസ് ചെയ്യേണ്ടതെന്ന് ആ ഹൈന്ദവനെയും ക്രൈസ്തവനെയും ഓർമ്മിപ്പിക്കുന്നതിന്റെ ബാങ്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേൾക്കുന്നു. മഗ്രിബിന്റെ സമയത്തെ ബാങ്ക് അവരുടെ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് തിരികൊളുത്താൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. ഇഷാഇന്റെ ബാങ്ക് കേൾക്കുമ്പോൾ അവർക്ക് ഡിന്നർ കഴിച്ചിട്ട് കിടക്കാൻ ടൈമായി എന്ന് അവർക്ക് ബോധം വരുന്നത് ആ സമയത്താണെന്ന് നൂറുകണക്കിന് ഹൈന്ദവ സഹോദരങ്ങൾ പല വേദികളിലും വെച്ച് പ്രസംഗിച്ചത് ഈ വിനീതൻ കേട്ടിട്ടുണ്ട്. ആർക്കാ ബാങ്ക് അരോചകമാകുന്നത്? സുബഹിന്റെ ബാങ്ക് അമ്മക്ക് അരോചകം. കാരണം എന്താ? നല്ല തണുപ്പല്ലേ ഇപ്പൊ കിടക്കാൻ. ആ സമയത്ത് 5:25 5:15 ഒരു ബാങ്ക് വിളിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഈ മുക്രി മോദീന് വേറെ ഒരു ജോലിയില്ല, ഇപ്പൊ എണീറ്റ് നിസ്കരിക്കണം. അങ്ങനെ ഒരു ശാപവാക്ക് ഉറക്കപ്പിച്ചിലാണെങ്കിൽ പോലും പറയുന്ന നമ്മളാണ്. എന്നിട്ട് നമ്മൾ പറയുന്നു ബാങ്ക് അരോചകമാണ്. അല്ല, കേരളത്തിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ് ബാങ്ക് വിളി നായയുടെ കുരയാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയപ്പോൾ യൂട്യൂബും സോഷ്യൽ മീഡിയയും സജീവമാകാത്ത ഒരു കാലമുണ്ടായിരുന്നു ഏതാനും 7-8 വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് 40 വേദിയിൽ ബാങ്ക് വിളി നാടിനൈശ്വര്യമെന്ന് പ്രസംഗിച്ച ആളാണ് അറിവിൽ ദുർബലരും പിന്നിലുമുള്ള ഞാൻ. അപ്പോൾ പണ്ഡിതന്മാർക്ക് തഴവ മുജീബ് ഉസ്താദിന്റെ ഞാൻ ചുറ്റുമൂല പഠിക്കുമ്പോൾ തഴവ മുജീബുർ റഹ്മാൻ മൗലവിയുടെ പ്രസംഗം കേട്ടിട്ടൊക്കെയാണ് നമുക്ക് പ്രസംഗിക്കണമെന്ന ആഗ്രഹങ്ങൾ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മകൻ ഉവൈസ് എന്നെ വിളിച്ചിരുന്നു. അവൻ മദീനയിലാണ്. അള്ളാഹു അവന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. ആമീൻ പറയും. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കട്ടെ, എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ നല്ല പ്രഭാഷകരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് പ്രസംഗിക്കാനുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബാങ്ക് വിളി നാടിന് ഐശ്വര്യമാണെന്ന് പ്രസംഗിച്ചു. പള്ളിയിൽ നിന്ന് കേൾക്കുന്ന, പിന്നെ എനിക്കൊരു വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമുള്ളത്, നല്ല ശബ്ദമുള്ള ബിലാൽ തങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാ ഉള്ളത് നിങ്ങൾ അറിയണം. പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ബിലാൽ തങ്ങൾക്ക് എന്താ ക്വാളിറ്റി ഉള്ളത്? പറയത്തക്ക സൗന്ദര്യമുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സൗന്ദര്യം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നില്ലേ? ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ സൗന്ദര്യം നാട് നീളെ നടന്ന പ്രസംഗങ്ങൾ നമ്മൾ കേട്ടവരല്ലേ? ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചവരല്ലേ? സ്പ്രിംഗ് പോലെ വളഞ്ഞ് പുളഞ്ഞ് തലയിൽ ഒട്ടിക്കിടക്കുന്ന തലമുടി, നമ്മുടെ സ്വകാര്യ പത്തിരി, നമ്മുടെ കരുനാഗപ്പള്ളി പത്തിരി പോലെ പരന്ന ചപ്പിയ മൂക്ക്, ചുണ്ടിങ്ങനെ തടിച്ചു തൂങ്ങിക്കിടക്കുന്ന വികൃതമായ
ഈ പ്രസംഗം നടക്കുന്നതിന്റെ 4 ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിയാൽ പാതിരാത്രിയുടെ ഈ ഇരുൾമുട്ടിയ രാത്രിയുടെ നിഗൂഢതകൾ നിങ്ങൾക്ക് കാണാം. അതേപോലെ നിറമായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് തങ്ങളുടെ നിറം. കറുത്ത് കരിവാളിച്ച രൂപമായിരുന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പരിശുദ്ധ കഅബാലയത്തിന്റെ മുകളിൽ കയറ്റിയിട്ട് മക്ക വിജയത്തിന്റെ എന്ന് ബാങ്കുലി മുഴക്കാൻ പറഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് മഖാം ഇബ്രാഹിമിന്റെ പരിസരത്തെ പാറക്കൂട്ടങ്ങളുടെ മുകളിൽ അന്നത്തെ ഫാസിസ്റ്റ് ദുഷ്ടശക്തികൾ ഇരുന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ഖുറാബുൽ അസ്വദിനെ അല്ലാതെ മുഹമ്മദിന് ബാങ്ക് വിളിക്കാൻ ആരെയും കിട്ടിയില്ലയോ. ഖുറാബുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ കരിങ്കാക്ക. ഈ കരിങ്കാക്ക അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ. ആ നിലയിൽ കറുത്ത് കരിവാളിച്ചു പോയി. ബത്ഹാഇന്റെ താഴ്വരയിൽ ഉമയ്യത്തിന്റെ പട്ടാളത്തിന്റെ ചാട്ടവാറും ചമ്മട്ടി പ്രഹരവും അനുഭവിക്കുമ്പോൾ കറുത്ത ശരീരത്തിൽ നിന്ന് ആടിന്റെ തോലുരിയും പോലെ തോലുരിഞ്ഞു വന്നപ്പോൾ മഹാനായ ബിലാൽ തങ്ങൾ ഉമയ്യത്തിനോട് പറഞ്ഞു, കുറച്ച് വെള്ളം തരുവോ എന്ന് ചോദിച്ചു. ആ സമയത്ത് നിനക്ക് വെള്ളം തരാമടാ നായേ എന്ന് പറഞ്ഞിട്ട് മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിക്കൊടുത്ത ഉമയ്യത്തിന്റെ തുപ്പുനീര് നാവ് കൊണ്ട് ഒപ്പിയെടുത്ത് തൊണ്ട നനച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച ധീരനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കഅബാലയത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ഇന്നലെ വരെ താൻ അടിമയായി ശരീരം മുഴുവനും അടിക്കപ്പെടുകയും തൊഴിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ആ ബത്ഹാഇന്റെ മണൽത്തരികൾ മുഴുവനും കോൽമയിൽ കൊള്ളിക്കത്തക്കവണ്ണം ബാങ്ക് കൊടുത്ത ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആദരവായ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ അറിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകന് ബിലാൽ റളിയല്ലാഹു തആല അൻഹു സമ്മാനിച്ച ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ബിലാൽ തങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം നിയമിച്ചു എന്നതാണ്. എന്താ കാര്യം? നിറത്തിൽ കറുപ്പ, സൗന്ദര്യത്തിൽ പിന്നില, കുടുംബം എടുത്തു പറയാൻ പറ്റിയ നല്ല കുടുംബമൊന്നുമില്ല. അബിസീനിയക്കാരനാ, ഹബിഷക്കാരനാ, എത്യോപ്യക്കാരനാ, നീഗ്രോയാണ്. പക്ഷേ ബിലാൽ തങ്ങളുടെ ക്വാളിറ്റി എന്തായിരുന്നു? ആ മനോഹരമായ ബാങ്ക്, ആ മനോഹരമായ ബാങ്ക്. അതുകൊണ്ട് ഏറ്റവും നല്ല കർണാനന്ദകരമായ ബാങ്ക് നമ്മുടെ നാട്ടിൽ മുഴങ്ങണം. ആളുകൾ അത് കേൾക്കുമ്പോൾ അറിയാതെ പള്ളിയിലേക്ക് കയറണം. എങ്ങനെ? അഴകോടെ, ഭക്തിയോടെ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കിന്ന് പള്ളി ഉണ്ടാക്കാൻ അറിയാം. എത്ര പള്ളികളാ അൽഹംദുലില്ലാഹ്. ഈ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ ബുൾഡോസറിന്റെ മുകളിൽ പള്ളികൾ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളികൾക്ക് പെയിന്റ് അടിക്കുകയും പുനർനിർമ്മാണം നടത്തുകയും പള്ളികൾക്ക് തറക്കല്ലിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, ശിലയിടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുന്ദരമായ മഴവിൽ മനോഹാരിതയുടെ സുന്ദരമായ തുരുത്താണ് കേരളം. വിവിധ സ്റ്റേറ്റുകളിൽ പള്ളികൾ, ചർച്ചുകൾ, താഴ്ന്ന ജാതിക്കാരുടെ അമ്പലങ്ങൾ JCBയുടെയും ബുൾഡോസറിന്റെയും മണ്ണുമാന്തി യന്ത്രത്തിന്റെയും മുകളിൽ ഇരിക്കുകയാണ്. അത് താഴോട്ട് വരുന്നില്ല. ആ നിലയിൽ വിവിധ സ്റ്റേറ്റുകളിലുള്ള പാവപ്പെട്ട സഹോദരങ്ങൾ അവര് കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ പള്ളികളിൽ, നമ്മുടെ നാടുകളിൽ അൽഹംദുലില്ലാഹ് പള്ളിക്ക് ശിലയിടപ്പെടുന്നു, പള്ളിയെ പുനർനിർമ്മാണം നടത്തുന്നു, നവീകരിക്കുന്നു. ആ പള്ളിയെ സഹായിക്കാൻ ആളുണ്ടാവുന്നു. ആ പള്ളിയെ എല്ലാവിധ ഗവൺമെന്റിന്റെ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും കൃത്യമായി നമുക്ക് കിട്ടുന്നു. അല്ലാതെ ആരും ഭയപ്പെടുത്തി പ്രീണിപ്പിച്ചോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ പ്രകോപിപ്പിച്ചോ അല്ലല്ലോ ഖിദർ മസ്ജിദിന് നമ്മൾ NOC വാങ്ങിയത്. നമുക്കിവിടെ കിട്ടി. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത അതാണ്. ഈ സന്തോഷം അല്ലാഹു നമുക്ക് പരമ്പരകൾ കൂടി പകർന്നു കൊടുക്കാൻ അമ്പലവും ചർച്ചും പള്ളികളും നമ്മുടെ നാട്ടിലുണ്ടാകണം. കേരളത്തിന്റെ ചില സ്ഥലങ്ങളിലുള്ള മനോഹരമായ ചില കാഴ്ചകൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു 10-25 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഹൈന്ദവ പിന്നെ ക്ഷേത്രത്തിന്റെയും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയുടെയും കമാനം ഒന്നാണ്. എൻ്റെ നാട്ടില് 20 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ഇപ്പൊ ഞാൻ ഓർത്തെടുക്കുന്ന 2 സ്ഥലങ്ങളുണ്ട്. 2 സ്ഥലങ്ങൾ ഇപ്പൊ ഞാൻ ഓർത്തെടുക്കുന്ന മലയോര പ്രദേശങ്ങളിൽ. ഒരു തൂണ് പള്ളിയുടെ, ഒരു തൂണ് അമ്പലത്തിന്റെ. രണ്ടിന്റെയും കമാനം സെന്ററിൽ വന്ന് നിൽക്കുന്നു. ഒന്നിൽ പച്ച, ഒന്നിൽ
പിന്നെ മറ്റൊരു കളറ്. ആ നിലയിൽ ഇങ്ങനെ ഹൈന്ദവന്റെയും മുസൽമാന്റെയും പള്ളികൾ അടുത്തുണ്ട് എന്ന് പറയത്തക്കവണ്ണം മനോഹരമായ നമ്മുടെ സംസ്ഥാനത്തിൽ പള്ളികൾക്കും അമ്പലങ്ങൾക്കും ചർച്ചകൾക്കും ശിലയിടുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതിനും തടസ്സങ്ങളില്ല എന്നുള്ളിടത്താണ് നമുക്ക് അള്ളാഹു തന്ന ഈ നാട്ടിൽ ജനിക്കാനും ജീവിക്കാനും മരിക്കേണ്ടി വന്നാൽ ഇവിടെ മരിക്കാനും നമുക്ക് അള്ളാഹു താല സൗഭാഗ്യം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി നമ്മൾ എണ്ണേണ്ടത്.